പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 7-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നമ്മളെ കർത്താവ് നടത്തിയില്ല. നമ്മുടെ യാത്രകളിൽ അനുഗ്രഹിച്ചു, അനർത്ഥങ്ങളെ കർത്താവ് ഒഴിവാക്കി തന്നു. ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്ന ആ നല്ല കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, നന്ദിയോടെ സ്തോത്രം, 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 നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നല്ലോ. സ്വസ്ഥമായ ഉറക്കം തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കഴിവല്ല, മിടുക്കല്ല, ദൈവകൃപയാണ് നമ്മൾ ഉണർന്നത്. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിന് താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതമായി നടത്തുന്ന നമ്മുടെ പിതാവിന് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ കരുണയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. 135-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. യഹോവ വലിയവൻ എന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരും ശ്രേഷ്ഠരെന്നും ഞാൻ അറിയുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ ആ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ച നല്ല സമയമായത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒരിക്കലൂടെ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. തൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് പ്രാർത്ഥനാ വിഷയമാണോ ഈ രാവിലെ അവരുടെ മുമ്പിൽ ഭയങ്കര ഭാരമായിട്ട് നിൽക്കുക, അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇന്ന് പ്രഭാതി സൗഖ്യമാകട്ടെ. മാനസിക രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആമേൻ, പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം മനോനില തെറ്റി, ആമേൻ, മാനസിക നില തെറ്റി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ മാനസിക നില, ആമേൻ, സ്വസ്ഥമായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇന്ന് യേശുവിൻ നാമത്തിൽ, ആമേൻ, അവർ സ്വസ്ഥതയുള്ളവരായി നോർമൽ ലൈഫിലേക്ക് ഇന്ന് മുതൽ അവർ മടങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഞങ്ങൾ ഈ പ്രഭാതി പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. പല്ലിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതി സൗഖ്യമാകട്ടെ. ആ വേദനകൾ മാറട്ടെ, ഇൻഫെക്ഷനുകൾ മാറട്ടെ. ആമേൻ. ദിവസങ്ങളായിട്ടുള്ള, മാസങ്ങളായിട്ടുള്ള ആ പല്ലിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് യേശുവിൻ നാമത്തിൽ സൗഖ്യമായതിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലിവർ സിറോസിസിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമേൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി, അമേൻ, അതിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അഡിക്ഷനുകൾക്കകത്തുനിന്നും ഇവർ പുറത്തു വരട്ടെ. അങ്ങനെ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ അതിനകത്തുനിന്ന് പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബജീവിതത്തിനകത്ത് സമാധാനമില്ലാത്തവർ, സന്തോഷമില്ലാത്തവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബജീവിതത്തിലേക്ക് ദൈവിക സന്തോഷത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ദൈവിക സമാധാനത്തെ റിലീസ് ചെയ്യുന്നു. സ്വസ്ഥതയുണ്ടാകട്ടെ. എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഉയർച്ചയില്ലാതെ നാളുകളായി ഒരേ അവസ്ഥയിൽ കിടക്കുന്നു, താഴോട്ട് പോകുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിത അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഉയർച്ചകൾക്കുള്ള വഴികൾ തുറന്നു വരട്ടെ.
കർത്താവെ നന്ദി. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ഒരു ഉണർവ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ആ എൻഡ് ടൈം ഹാർവെസ്റ്റ്, അന്ത്യകാല കൊയ്ത്ത് ലോകവ്യാപകമായി ആരംഭിക്കട്ടെ. വലിയ മുന്നേറ്റങ്ങൾ ദൈവസഭയ്ക്കുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നലെ രാത്രിയിൽ നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് അനുവദിച്ച നാളെ വൈകിട്ട് വീണ്ടും ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. നിശ്ചയമായിട്ടും നിങ്ങൾ അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനം 81 ആരംഭ വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിനെ ആർപ്പിടുവീൻ. അപ്പം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ ബലമെന്ന് പറയുന്നത് ദൈവമാണ്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ മാനുഷികമായ ഒരു പിന്തുണയുടെയും ആവശ്യമില്ല. നമ്മുടെ പിന്തുണ, നമ്മുടെ ബലം, നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നത്, നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ താങ്ങുന്നത്, നമ്മളെ പരിപാലിക്കുന്നത് എല്ലാം കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളും ഡിക്ലെയർ ചെയ്യണം നമ്മുടെ ലൈഫിൽ എൻ്റെ ബലം എൻ്റെ ദൈവമാകുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരും കരം ഉയർത്തി പറഞ്ഞ് എൻ്റെ ബലം എൻ്റെ ദൈവമാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ബലം എൻ്റെ ദൈവമാകുന്നു. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യത്തിലും, ഇപ്പം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുതൽ അവരുടെ വളർച്ചയുടെ കാലഘട്ടമായാലും നമ്മുടെ ജോലിയിലായാലും നമ്മുടെ ശുശ്രൂഷകളിലായാലും എല്ലാത്തിനകത്തും നമുക്ക് ബലം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവന്, ഞാൻ സകലത്തിനും മതിയായവന്. അപ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പാറയായ ദൈവം. അപ്പം ദൈവം നമ്മുടെ ആരാ? ദൈവം നമ്മുടെ പാറയാണ്. പാറയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇളകാത്തത്, ആമേൻ, ഉറപ്പുള്ളത്, ആമേൻ, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, അതാണ് കർത്താവാണ് നമ്മുടെ പാറ. 2025 പറയണം, കർത്താവാണ് എൻ്റെ പാറ, അവനിൽ ഞാൻ ആശ്രയിക്കും. അപ്പോൾ നമ്മുടെ ആശ്രയം വേറെ ഒന്നിലും വെക്കരുത്. നമുക്ക് ഇന്നുള്ള ജോലിയിൽ വെക്കരുത്, ഇന്നുള്ള കൂട്ടുകാരിൽ വെക്കരുത്, ഇന്നുള്ള മറ്റൊന്നിലും, ഈ ലൗകികമായി ലോകപരമായി കാണുന്ന ഒന്നിലും നമ്മുടെ ആശ്രയം വെക്കരുത്. നമ്മുടെ ആശ്രയം ആരിൽ മാത്രമായിരിക്കണം? കർത്താവിൽ മാത്രമായിരിക്കണം. എൻ്റെ പരിചയും എൻ്റെ രക്ഷയും രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും കർത്താവ് തന്നെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാം എൻ്റെ സംരക്ഷകൻ കർത്താവ്, എൻ്റെ സൗഖ്യദായകൻ കർത്താവ്, എൻ്റെ പ്രൊവൈഡർ കർത്താവ്, എന്നെ കൈപിടിച്ച് നടത്തുന്നവൻ കർത്താവ്, എല്ലാം കർത്താവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പറയണം, എനിക്കെല്ലാം കർത്താവാണ്, എന്നെ നടത്തുന്നത് കർത്താവാണ്, എന്നെ പുലർത്തുന്നത് കർത്താവാണ്, എൻ്റെ യാത്രയെ അനുഗ്രഹിക്കുന്നത് കർത്താവാണ്, എനിക്ക് ആഹാരം തരുന്നത് കർത്താവ്. ധൈര്യമായിട്ട് പറയണം, സമൂഹത്തിൻ്റെ മധ്യേ പറയണം, ആരെ കണ്ടാലും പറയണം, കർത്താവാണ് എന്നെ നടത്തുന്നത്, കർത്താവാണ് എന്നെ പുലർത്തുന്നത്, കർത്താവാണ് എനിക്ക് സകലതും തരുന്നത്, കർത്താവാണ് എന്നെ ആമേൻ എൻ്റെ ആവശ്യങ്ങൾ ഇടപെടുന്ന കർത്താവ്. ഇത് നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നത്? അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ബലമായ ദൈവത്തിന് ആമേൻ നമുക്കൊന്നുകൂടെ സ്തോത്രം പറയാം. നമ്മുടെ ബലമായ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പാറയായ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സങ്കേതമായ കർത്താവിന് സ്തോത്രം, നമ്മുടെ ഗോപുരമായ കർത്താവിന് നന്ദി, നമ്മുടെ പരിചയാകുന്നവന് സ്തോത്രം, നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന നല്ല കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ആശ്രയം അങ്ങ്, ഞങ്ങളുടെ എല്ലാം അങ്ങ് മാത്രമാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്തു, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ പാറയും, ഞങ്ങളുടെ കോട്ടയും, ഞങ്ങളുടെ സങ്കേതവും, ഞങ്ങളുടെ അപ്പയാണ്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഐ ആം ബ്ലെസ്ഡ്, ഐ ആം റിയലി ബ്ലെസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. വീണ്ടും പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ച് പെരുകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.